ഇന്ത്യ UAE ബന്ധം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാനിൽ നിന്നുള്ള വിവാദ പരാമർശം പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ സെനറ്ററായ മുഷാഹിദ് ഹുസൈനാണ് UAE-കുറിച്ച് നടത്തിയ പരാമർശം വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇന്ത്യ UAE അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാക്കും. UAE ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ നേതാവ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാര ബന്ധം വേഗത്തിൽ വളരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം പുറത്തുവരുന്നത്. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് ശേഷം UAE ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറുവശത്ത് പാകിസ്ഥാനുമായുള്ള വ്യാപാരത്തിൽ നഷ്ടം നേരിട്ടതോടുകൂടി തന്നെ UAE അകലം പാലിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൗദി അറേബ്യ ബന്ധമാകട്ടെ ശക്തമാകുന്നതും UAE-യിൽ വലിയ രീതിയിലുള്ള മറ്റൊരു രീതിയിൽ അസന്തോഷം അത് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത്. പാകിസ്ഥാനെ മുൻപ് നൽകിയ $340 കോടി തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് UAE ആകട്ടെ പിന്നീട് സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാന് $500 കോടി സഹായം നൽകിയതോടുകൂടി തന്നെ UAE-യുടെ കടം പാകിസ്ഥാന് തിരിച്ചടിയാവും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. മേഖലയിലെ പുതിയ രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങൾ രൂപപ്പെട്ടതിനിടെ തന്നെ ഈ വിവാദ പരാമർശമാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുമായി എല്ലാ രീതിയിലും അടുക്കുന്ന UAE-യോട് പാകിസ്ഥാന്റെ ശത്രുത അത് നാൾക്ക് നാൾ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UAE-യും ഇന്ത്യയും തെറ്റിക്കാൻ ഈയിടെ തന്നെ പാകിസ്ഥാൻ സെനറ്റർ മുഷാഹിദ് ഹുസൈൻ ആകട്ടെ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. UAE-യിൽ ഇപ്പോൾ 45 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജീവിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് UAE ഇന്ത്യൻ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാക്കുക എന്നത് അവിടെ നോക്കിക്കൊള്ളൂ എന്നതായിരുന്നു UAE ഭയപ്പെടുത്തിക്കൊണ്ട് വർഗീയത നിറഞ്ഞ ഈ പ്രസ്താവന ഇവിടെ നടത്തിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തലിന് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിന് പിന്നാലെ തന്നെ പുതുക്കിയ നിർദ്ദേശം കൈമാറാൻ ഇറാൻ രംഗത്ത് വരികയാണ് ചെയ്തത്. പാകിസ്ഥാൻ മുഖാന്തരമാണ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കൈമാറിയതെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ അറിയിച്ചിരുന്നു. അതേസമയം കരാറിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. തങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്നത് ഇറാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ കപ്പലുകൾക്കുള്ള ഉപരോധം തുടരുമെന്നതാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരത്തെയുള്ള ആ ഒരു ഉപരോധങ്ങളുടെ രീതി അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വെടിനിർത്തൽ നടപ്പിലാക്കാമെന്നതാണ് ട്രംപിന്റെ പ്രതീക്ഷയായി തന്നെ പറയുന്നത്. ഏപ്രിൽ 8 മുതൽ തന്നെ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം ഉണ്ടായാൽ നേരിടാൻ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.